എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അങ്ങനെ ഫൈനലി സർവമായ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. എന്താ പറയുക, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സിനിമ. അഖിൽ സത്യൻ, നമ്മുടെ സത്യൻ അന്തിക്കാടിൻ്റെ സ്വന്തം മകൻ, പുള്ളി ഒരു ഇഡിയുടെ ഗ്രേറ്റ് ജോബ് എന്നെനിക്ക് തോന്നി. ബിക്കോസ് ഈ ഒരു സിനിമ കാണുമ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് നമ്മളൊരു നമ്മൾ കുറേ കൊല്ലം വർഷങ്ങൾക്ക് പുറകിലോട്ട് പോയ പോലെ ഒരു ഫീലിംഗ് വരും നമുക്ക്. അതൊരു പറഞ്ഞൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് അല്ലേ, കുറേ വർഷങ്ങൾക്ക് പുറകിലോട്ട് പോയത്. നമ്മൾ ആ ഒരു പഴയ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് അല്ലേ, ആ ഒരു ലെവലിലാണ് ഈ സിനിമ കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ മൂവി നമുക്ക് ഇത് ഫീൽ ചെയ്യാം. ആ സമയം പോയത് അറിഞ്ഞില്ല ശരിക്കും. ഇതൊരു ബിക്കോസ് ഇറ്റ്സ് എ വെരി എന്താ പറയുക, തൊട്ടാ പൊട്ടുന്ന, അല്ലെങ്കിൽ ഒരു മറ്റേ പപ്പ് പറഞ്ഞാലും ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഇത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു കേസുകളുടെ ഒരു കഥയാണ് അതിൻ്റെ. ആ ഒരു ത്രെഡ് അങ്ങനത്തെയാണ്. അത് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അത് ഉറപ്പായിട്ടും നല്ല പണി കിട്ടാവുന്നൊരു സംഭവമായിട്ട് മാറിയാണ്. പക്ഷെ അവരും വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു പേസിൽ അത് ആ ആൾക്കാരങ്ങനെ എൻ്റർടൈൻ ചെയ്ത്, എന്നാലും അതിൻ്റെ ഒരു ബോറാക്കാതെ ഓവറാക്കാതെ വളരെ കൃത്യമായ രീതിയിൽ ഇങ്ങനെ നമ്മൾ ഈ സദ്യയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ നല്ല സദ്യയൊക്കെ ഉണ്ടുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് എന്താണോ അതുപോലെ വളരെ കൃത്യമായ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോയി അവസാനിപ്പിച്ച് നമ്മളെ കയ്യിൽ തന്നു. ഇറങ്ങുമ്പോൾ മനസ്സിലൊരു ചെറിയൊരു വേദന, ഒരു നൊമ്പരം എന്നൊക്കെ പറയില്ലേ. പക്ഷെ ഓവറോൾ ഒരു ഫീൽ ഗുഡ് മൂവി. ത്രൂ ഔട്ട് ദ മൂവി നമ്മൾ ഇങ്ങനെ നമ്മളെ മുഖത്തിപ്പോൾ ഒരു ചിരി ഉണ്ടാവും, പിന്നെ ഇടയ്ക്കൊക്കെ നമ്മളെ കണ്ണ് ചെറുതായിട്ട് നനയും. അതാണ് അതിൻ്റെ ഒരു ഇത്. അതാണ് ആ മൂവി കാണുമ്പോൾ ഒരു സുഖം നമുക്ക് കിട്ടുന്നത്. ഒരു ചെറിയ നൊമ്പരങ്ങൾ, ചെറിയ വേദനകൾ, ചെറിയ ചിരികൾ, ചെറിയ സന്തോഷങ്ങൾ, എന്താ പറയുക, എല്ലാം ചെറുതാണ്. ഒന്നും അങ്ങനെ ഓവറായിട്ടില്ല, ഒന്നും എക്സാജറേറ്റ് ചെയ്തിട്ടില്ല. എല്ലാം വളരെ ലിമിറ്റഡ് ആയിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ പാകത്തിന്, ഈ ഉപ്പ് ഇടുമ്പോൾ നമുക്ക് കയ്യാപാതം പറ്റാറില്ലേ, ഉപ്പ് കുറച്ച് കൂടിപ്പോയി കുറച്ച് കുറഞ്ഞു പോയി, അതങ്ങനെയല്ല, കറക്റ്റായിട്ടുള്ള ലെവലിലിട്ടിട്ട് നമുക്ക് തന്നിട്ടുണ്ട് നമ്മളെ അഖിൽ സത്യൻ. ഒപ്പം നമ്മളെ നിവിൻ പോളി, ബ്രോ വാട്ട് എ കം ബാക്ക്. നിങ്ങൾ സത്യം പറഞ്ഞാൽ ആ ഒരു മൂത്തോനൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് ആകെ യു ലോസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ കുറേ കമൻസിലൊക്കെ ഞാൻ കണ്ടു, ഇയാൾക്ക് വീണ്ടും എഞ്ചിനീയറിങ്ങിനൊക്കെ പോയിക്കൂടെ, ആ ജോലിക്കൊക്കെ പോയിക്കൂടെ. പക്ഷേ ഐ വാസ് ഷുവർ ദാറ്റ് യു വുഡ് മേക്ക് എ കം ബാക്ക്. ഞാൻ ബീങ് എ ഫാൻ, ഐ വാസ് റിയലി ഹോപ്പിംഗ് ഫോർ ഇറ്റ്. ആൻഡ് ഈ ഒരു സിനിമയിൽ ദ വേ യു ഹാവ് കം ബാക്ക് ബ്രോ, ഹാറ്റ്സ് ഓഫ് ടു യു. ആ പഴയ നിവിൻ പോളിയെ തിരിച്ചു കിട്ടിയെന്ന്, പക്ഷെ അങ്ങനെ പറയുന്നതിൽ അർത്ഥമല്ലെന്ന് എനിക്കറിയാം. പഴയ നിവിൻ പോളിയെ എനിക്ക് വേണ്ട, പുതിയ നിവിൻ പോളിനെ മതി അങ്ങനെയൊക്കെ പറയാം. പക്ഷെ എന്നാലും നിങ്ങളായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അത് ഇതിൽ ശരിക്കും കാണാൻ പറ്റും. നിവിൻ പോളിയുടേതായിട്ടുള്ളൊരു കുറച്ച് ടച്ചും കുറച്ച് സംഭവങ്ങളുണ്ട്. ആ സാധനമാണ് ഇതിൽ അടിപൊളിയായിരിക്കുന്നത്. അത് ചിലപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു, ഷെയർ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചൊക്കെ നമ്മളൊരു മോഹൻലാൽ മാനറിസം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമുക്ക് തോന്നും. അത് ബേസിക്കലി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ, അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചു. അപ്പം ഇനി അങ്ങോട്ട് എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എല്ലാ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലൊക്കെ ഉണ്ടാവും. സോ അത് നമുക്ക് ഒരാളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങൾ കോപ്പി അടിച്ചോന്നോ അല്ലെങ്കിൽ നിങ്ങളത് ഇമിറ്റേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. പക്ഷെ ഇതിൽ നിവിൻ പോളിയുടെ ചില വളരെ ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സംഭവങ്ങളുണ്ടല്ലോ, അതാണ് ഈ ഒരു ദാറ്റ്സ് വൈ ഐ ലൈക്ക് ഹിം, നിവിൻ പോളി എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. അത് പുള്ളിയെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അത് വേറെ ഒരു മലയാളം നടന് ഇപ്പോൾ ഈ അരങ്ങിൽ തകർത്തഭിനയിക്കുന്ന ഒരാൾക്കും ആ സാധനം ഇല്ലയെന്ന് എനിക്ക് പറയാം. ബിക്കോസ് ദിസ് ഗൈ ഹാസ് ഗോട്ട് ദാറ്റ് മൈന്യൂട്ട് പെർഫോമൻസ്. ആ ഒരു ഡീറ്റെയിൽ ഉണ്ട്, ചില ഒരു നോട്ടം, ചില ഒരു ചുണ്ടോണ്ടുള്ള ഒരു ആക്കല്, അല്ലെങ്കിൽ ഒരു ചെറിയ ചിരി. ഇതൊക്കെ നമ്മളിത് മോഹൻലാലിലും മമ്മൂട്ടിയിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ യങ് ജനറേഷൻ ആക്ടേഴ്സ് വരുമ്പോൾ നിവിൻ പോളി ഈസ് വൺ ഓഫ് ദം. പിന്നെ കണ്ണുകൊണ്ട് അഭിനയിക്കുന്നത് നമ്മൾ പറയുന്നത് ഫഹദ് ഫാസിൽ, ദാറ്റ്സ് ഡെഫിനറ്റ്ലി. പക്ഷെ നിവിൻ കണ്ണുകൊണ്ട് മാത്രമല്ല, നിവിൻ കണ്ണിൽ മാത്രമല്ല, പുള്ളിയുടെ ഒരു എൻറ്റയർ ഫേസിലും ആ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ കാണും ഈ ഒരു എക്സ്പ്രഷൻസ്.
എനിവേ ഞാൻ കൂടുതൽ തള്ളുന്നില്ല. അജു വർഗീസ്, വാവ്, സമ്മതിച്ചു. അജു അജുനെ കാണിക്കുന്ന എല്ലാ മൂമെന്റ്സും നമ്മൾ മുഖത്തൊരു ചിരിയാണ്. ആ ചിരി ഇല്ലാതെ നമുക്ക് അജുവിന്റെ ആ ഒരു നമ്പൂതിരിയുടെ വേഷം നമുക്ക് കാണാൻ പറ്റില്ല. ഹി ഡിഡ് എ പെർഫെക്റ്റ് ജോബ്. ഇത്രയും പ്രതീക്ഷിച്ചില്ല അജുവിന്റെ കയ്യിൽ നിന്ന്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ബോഡി ലാംഗ്വേജും എല്ലാം എക്സാക്ട് മാച്ച് ആയിരുന്നു ആ ക്യാരക്ടറിന് അജുവിന്റെ. അടിപൊളിയായിട്ട് ആ ഹെയർ കട്ടും എല്ലാം അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അജു, സൂപ്പർ. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട മെയിൻ ഹീറോയിൻസ്, അതിൽ ഒരു ഹീറോയിൻ നമുക്ക് കുറച്ച് മൂമെന്റ്സേ ഉള്ളെങ്കിലും അവരത് വളരെ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ ഡെലൂലു, വാവ്, എന്താലേ, ഇങ്ങനെയൊക്കെ നാച്ചുറാലിറ്റി ഉണ്ടോ? ഇതൊക്കെയാണ് നാച്ചുറാലിറ്റി എന്ന് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഞാൻ മറ്റേ ഈ നേരം അതുപോലെ ഓം ശാന്തി ഓശാനയിലൊക്കെ നമ്മളെ നസ്രിയ വന്നിട്ട് കലക്കുന്നൊരു കലക്കുണ്ടല്ലോ, പക്ഷെ ഇത് അതിലും വേറെ ലെവൽ തന്നെ, ഒബ്വിയസ്ലി വേറെ ലെവൽ. നസ്രിയായിട്ട് കമ്പയർ ചെയ്യും അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇത് വേറൊരു ലെവലാണ്. ദ വേ ഷീ പോർട്രേറ്റ് ദാറ്റ് ക്യാരക്ടർ, വാവ്, അമേസിങ് എന്ന് പറഞ്ഞാൽ അമേസിങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലിയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, കാണികൾക്ക് മൊത്തം ഇഷ്ടപ്പെട്ടു. കാരണം ഇന്റർനെറ്റ് ഇപ്പോൾ തുറന്നു പോയി കഴിഞ്ഞാൽ ഈ ഒരു കുട്ടീനെ പറ്റി സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ എല്ലാവരും. റിയ ഷൈജു അങ്ങനെ എന്താണ് കുട്ടിയുടെ പേര്. ആൻഡ് ആ വോയിസ് ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ആദ്യം ഡബ്ബിങ് ആയിരിക്കുമെന്ന് വിചാരിച്ചു ഈ കുട്ടിയുടെ വോയിസ്. ബട്ട് ഇവർ പിന്നെ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ടപ്പോഴാണ് പിന്നെ മനസ്സിലായി ഇത് ഒറിജിനൽ വോയിസ് ആണ് ആ കുട്ടിയുടെ. ആൻഡ് ദാറ്റ് വോയിസ് ഹാഡ് എ ലോട്ട് ടു ഡു വിത്ത് ദിസ് ക്യാരക്ടർ എന്നെനിക്ക് പറയാം. കാരണം ആ ഒരു നല്ല ബേസ് ഉള്ള വോയിസ്, നല്ല ഒരുപാട് ഹാർഷ് ആയിട്ടുള്ള വോയിസ് ഉണ്ടല്ലോ. ആൻഡ് ഒരു നമ്മൾ കുറെ പ്രേതപ്പടങ്ങൾ കണ്ടു, പക്ഷെ ഇങ്ങനെ ഒരു പ്രേതപടം അല്ല, കോമഡി ഇഷ്ടംപോലെ പ്രേതപ്പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മറ്റേ ശ്രീനിവാസനും മുകേഷും ജയറാമും ഒക്കെ അഭിനയിച്ച, അങ്ങനെ എന്തായാലും പേര് മറന്നുപോയി. അപ്പോൾ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇത് വേറെ ലെവലൊരു പ്രേതപ്പടം കേട്ടോ, സത്യം പറയാലോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. പിന്നെ വേറെ ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മ്യൂസിക് വളരെ ബോറായിട്ട് എനിക്ക് തോന്നി. വളരെ ബോർ എന്ന് പറഞ്ഞാൽ ബോർ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ കാര്യമില്ല ഞാൻ പറയുന്നത്. ഈ പടത്തിലെ പാട്ടുകൾ ഒരു ഗുമ്മില്ലാത്ത പാട്ടുകൾ, എന്താണ് കാണിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അതൊരു വശം, എന്താ പറയുക, ആ സിനിമയ്ക്ക് പറ്റിയ പാട്ടുകളല്ല. ഡസൻ ഈവൻ മാച്ച് അറ്റ് ഓൾ. ആ ഒരു കല്യാണത്തിലുള്ള പാട്ടൊക്കെ എന്തോ, പിന്നെ ആ ഡാൻസും, ഇറ്റ് വാസ് ലൈക്ക് എ ഫേക്ക് തിങ് ടോട്ടലി. ഇതിലും നന്നായിട്ട് നമ്മളെ സാധാരണ കല്യാണത്തിലും മറ്റേ എന്താ പറയാ, ഈ ഇവന്റ് മാനേജ്മെന്റ് ടീം ഉണ്ടല്ലോ, അവർ വന്നിട്ട് ഇതിൽ നന്നായിട്ട് ആൾക്കാരെ പഠിപ്പിച്ചു കൊടുത്തതിൽ നന്നായിട്ട് സ്റ്റെപ്പൊക്കെ അടിപ്പിക്കും. ഇതിൽ നല്ല മ്യൂസിക് ഉണ്ടാവും. ഒരു ഭയങ്കര ഒരു ഇതായിപ്പോയി. പിന്നെ അങ്ങനെ ഒരു പാട്ടുകൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പോലെ തോന്നി. ഈവൻ ദോ ദിസ് ക്യാരക്ടർ ഈസ് എ മ്യൂസിഷ്യൻ, ഒരു ഗിറ്റാറിസ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണമായിരുന്നു പാട്ടുകൾക്കും ഇതിന്റെ ട്യൂണിങ്ങിനും എല്ലാം. പക്ഷെ അതില്ല. പിന്നെ എനിക്ക് തോന്നിയ ഒരു സംഭവം, ഇതിൽ നിവിൻ പോളി, ഞാൻ എന്തൊക്കെ തള്ളി മറിച്ചാലും നിവിൻ പോളി ആ ഗിറ്റാർ എടുത്തിട്ട് കൊണകൊണ ചെയ്യുമ്പോൾ അത് ശരിക്കും കൊണകൊണ പോലെ തന്നെ തോന്നുന്നു. സത്യം പറയാലോ, അതൊരു വല്ലാത്ത ഫ്ലോപ്പ് സീൻസ് ആയിരുന്നു. നിവിൻ പോളി എങ്ങനെയാണ് ഗിറ്റാർ ഹാൻഡിൽ ചെയ്യുന്നുള്ളത്. ഒരു ആവറേജ് ഗിറ്റാർ പഠിക്കാൻ പോകുന്ന കുട്ടി ഇതിൽ നന്നായിട്ട് ഗിറ്റാർ ഹാൻഡിൽ ചെയ്യും. പക്ഷെ നിവിൻ പോളി വെറുതെ ഇത് തൂക്കിയെടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നല്ലാതെ ഒരു ഇതുമില്ല. എനിക്ക് മാത്രമാണ് തോന്നിയെങ്കിൽ എന്നെ നിങ്ങൾ തെറി പറയും, എന്ത് വേണം ചെയ്തോ. പക്ഷെ സത്യം പറയാലോ, ഇത് എനിക്ക് മാത്രമായിരിക്കില്ല, നിങ്ങൾ കണ്ട എല്ലാവർക്കും തോന്നിക്കാണും. ഒരു ഗിറ്റാർ പഠിക്കാൻ പോയ സ്ഥിതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ബാക്കി നല്ല ഗിറ്റാർ വായിക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത് എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു രണ്ട് സംഭവങ്ങൾ എനിക്ക് ഭയങ്കര ഫ്ലോപ്പായിട്ട് തോന്നി ഈ പടത്തിൽ. ഇതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിരുന്നു ഈ പടത്തിൻ്റെ. ഈ ഗിറ്റാറും ഈ പാട്ടുകളും അത് ഹാൻഡിൽ ചെയ്യുന്നത്, അതൊക്കെ ശരിക്കും അത് മിസ് ഔട്ടായിപ്പോയി. അതിൽ മാത്രമേ എനിക്കൊരു വിഷമം തോന്നിയുള്ളൂ. പക്ഷേ ഓവറോൾ ദ മൂവി ഈസ് സൂപ്പർ, ബ്യൂട്ടിഫുൾ മൂവി. കണ്ടിരിക്കുക, നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് തന്നെ പോയി അത് ഒരു തിയേറ്റർ പ്രസൻസ് ഉള്ളൊരു മൂവിയാണ്. ഇന്ന് വലിയ ആക്ഷനും പണ്ടാറൊന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ തിയേറ്ററിൽ ശരിക്കും എൻജോയ് ചെയ്യും. ആ ഒരു
പടം തുടങ്ങി അത് ലാസ്റ്റ് മൊമെന്റ് നമ്മൾ എനിക്ക് വരുന്ന വരെയുള്ള ഒരു ഇതുണ്ടല്ലോ. പിന്നെ വിട്ടുപോയ സംഭവം നമ്മളെ വിനീത്, ആക്ടർ വിനീത്, പുള്ളിയുടെ ഈ ഇടായിട്ടുള്ള ഒരു പെർഫോമൻസസ് ഉണ്ടല്ലോ, ഒരു റിഫൈൻഡ് ആക്ടർ, അത് ശരിക്കും ഇപ്പം കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഈ വിനീതിനെ പണ്ടൊക്കെ ചെറുപ്പത്തിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. പുള്ളിയുടെ ഒരു ഡാൻസ് ടൈപ്പ് കഥാപാത്രങ്ങളും അതൊക്കെ എനിക്ക് കാണുമ്പോൾ എനിക്ക് പ്രാന്ത് പിടിക്കുമേ. ഇവന് എപ്പം നോക്കിയാലും ഇങ്ങനത്തെ ക്യാരക്ടറേ വരുള്ളൂ. പക്ഷെ ഇപ്പോൾ വരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, മൈ ഗോഡ്, അത് എനിക്ക് തോന്നുന്നു പുള്ളിക്ക് അത് കൊടുക്കാഞ്ഞിട്ടായിരിക്കും ആൾക്കാർ. പുള്ളി അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ പണ്ടൊക്കെ. ഇവനെ ഡാൻസും പാട്ടും മതി, വേറെ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി തീർത്തായിരിക്കും. പക്ഷെ ഇപ്പോൾ വരുന്ന ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, എന്നാ പറയാനാ മോനെ, വാവ്, വെരി ഗുഡ്, വെരി ബ്യൂട്ടിഫുൾ. അതൊരു സംഭവം തന്നെയാണ് വിനീതിൻ്റെ ആ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ. ആ ഹോസ്പിറ്റലൊക്കെ ഇരിക്കുന്ന സീൻ എന്താണ് മോനെ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിനീത് ഒരു പെർഫെക്റ്റ്ലി റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ടറായിട്ട് മാറി. നമ്മളെ സിദ്ദിഖൊക്കെ വന്നില്ലേ, അവർ റിഫൈൻഡ് ആയിട്ടുള്ള ആക്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ മലയാളം ഇൻഡസ്ട്രിയിൽ അടുത്തൊരു എന്താ പറയുക, ഒരു വിരലെണ്ണാവുന്നൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്റ്റാർസ് ആയിട്ട് വിനീതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ശരിക്കും ഇപ്പോഴുള്ള ഡയറക്ടേഴ്സ് മനസ്സ് വെക്കുകയാണെങ്കിൽ. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. നല്ലൊരു പെർഫോമൻസ് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. നല്ല പുള്ളിക്ക് അത് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് പുള്ളിക്ക് റോള് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അടിപൊളിയായിട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് സർവം മായ എനിക്ക് തോന്നിയ കാര്യങ്ങൾ. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. നമ്മളെ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന സീനുകൾ വളരെ കുറവാണ്, പക്ഷേ ഒന്നോ രണ്ടോ എണ്ണമുണ്ട്. പക്ഷെ എപ്പോഴും നമുക്ക് നമ്മളെ മുഖത്ത് ആ പുഞ്ചിരി അങ്ങനെ എപ്പോഴും ഒരു ഗിഗിളിഷ് ഇതിലിങ്ങനെ എന്താ നമ്മളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുക ഓരോരോ സീൻ കഴിയുമ്പോൾ. അത് നല്ല ജനാർദ്ദൻ, ഓ മൈ ഗോഡ്, പുള്ളി ഈ വയസ്സിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കുമ്പോഴേ സംഭവം. ഞാൻ ശരിക്കും നമിച്ചു പുള്ളിയെ. നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ ക്യാരക്ടർ. ആ ഒരു പുള്ളിക്ക് ആ ഹാസ്യം എന്താ പറയുക, ഇതാണ് ഈ വെറ്ററൻ ആക്ടേഴ്സിൻ്റെ ഒരു ഗുണം. അവർക്ക് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. വലിയ എന്താ പറയുക, അട്ടഹസി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് ചെറുതായിട്ടൊന്ന് സംസാരിച്ചാൽ മതി, അവർക്കത് വരും. അപ്പോൾ അതാണ് ഈ പറഞ്ഞ പോലെ നിവിൻ പോളിയുടെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു അതിൽ. എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞു, ഞാൻ നിവിൻ പോളി ഫാൻ ആയതുകൊണ്ട് മാത്രം പറയാമെന്നല്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിലെ പെർഫോമൻസ്. ബിക്കോസ് ഇങ്ങനത്തെ ഈ സംഭവങ്ങളുണ്ടല്ലോ, ഇത് കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സാണ്. നമ്മൾ വിചാരിക്കും ഇത് ഭയങ്കര സിമ്പിളാണ്, ജസ്റ്റ് വന്നിരുന്ന് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് ശരിക്കും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ക്യാരക്ടേഴ്സ്. ഒന്നാമത് സിമ്പിളാവുക, ഹമ്പിളാവുക, ഈ ചെറിയ ചെറിയ ഒരു കോമാളി ആവുക എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തും ഓവറായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലൊക്കെ ചെയ്യും. പക്ഷെ ആ ഒരു മീഡിയം പേസിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് കാര്യം എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും സിനിമയെ പറ്റി അറിയുന്ന ആൾക്കാർക്കും ഇതൊക്കെ മനസ്സിലാവും. എനിവേ, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയി കാണണം, ഫാമിലിയായിട്ടൊപ്പം പോയി കാണണം. എൻ്റെ ഒരു റെക്കമെൻഡഡ് മൂവിയാണ് സർവം മായം. ആൻഡ് അഖിൽ സത്യൻ, പുള്ളി നല്ലൊരു അതാ പറഞ്ഞു. ഞാൻ ഫിലിം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഞാനൊരു 10-15 വർഷം മുന്നോട്ട് പുറകോട്ട് പോയ പോലെ എനിക്ക് തോന്നി. ആ ഒരു നൊസ്റ്റാൾജിയ തിരിച്ചു വന്ന പോലെ തോന്നി. അത് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ ആ കൂടി എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് ഇതിൻ്റെ സോങ്സ്, പിന്നെ നിവിൻ പോളിയുടെ ഈ ഗിത്താർ കൊടുത്തു ആ മാനറിസം അതിന് തീരെ വർക്കൗട്ടായില്ല എന്നെനിക്ക് തോന്നി. ബാക്കിയെല്ലാം കൊണ്ടും ഈ സിനിമ അടിപൊളിയായിരുന്നു. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, മെറി ക്രിസ്മസ്. അപ്പോൾ അടുത്ത വർഷം കാണാം. ബൈ ബൈ.